ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാനം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതികളിൽ നിന്ന് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടുമ്പോൾ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടെന്നാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ കേസ് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവും നിർണായകമായിരിക്കുകയാണ്. പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ED അന്വേഷണം. അന്വേഷണത്തിൽ സമാന്തര ഇടപെടൽ വേണ്ടെന്ന സർക്കാരിന്റെയും SITയുടെയും വാദം തള്ളിക്കൊണ്ടാണ് EDയെ അന്വേഷണമേൽപ്പിച്ച കൊല്ലം കോടതി ഉത്തരവെത്തിയത്. കേവലം ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ ED അന്വേഷിക്കാൻ സാധ്യതകളും ഏറെയാണ്. അന്വേഷണ രീതിയെ കാറ്റാടി യന്ത്രം പോലെ കറങ്ങുന്നത് എന്ന് വിശേഷിപ്പിച്ച ഹൈക്കോടതി എന്തുകൊണ്ടാണ് രേഖകളിൽ തിരിമറി നടത്തിയ ഉന്നതരെ തൊടാത്തതെന്ന ചോദ്യത്തോടെ SIT പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ഇതിനൊപ്പമാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് EDക്ക് അനുകൂലമായ ഉത്തരവെത്തിയത്. SITക്ക് മുന്നിലുള്ള അന്വേഷണത്തിനുള്ള സാധ്യതകൾ കടുപ്പമേറിയതാണ്. പിടിച്ചെടുത്ത രേഖകളും സാക്ഷിമൊഴികളും EDക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരുന്നത് അന്വേഷണത്തിന്റെ രഹസ്യാത്മകത ഇല്ലാതാക്കുമെന്ന് പോലീസ് ഭയക്കുന്നുണ്ട്. അതിനിടെ എല്ലാ രേഖകളും EDക്ക് കൈമാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിനും ചില കേന്ദ്രങ്ങൾ നീക്കം നടത്തുന്നുണ്ട്. സ്വർണം വിറ്റ പണം രാഷ്ട്രീയ നേതാക്കളുടെയോ ഉദ്യോഗസ്ഥരുടെയോ ബിനാമി അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന അന്വേഷണവും ED ഊർജിതമാക്കും. പോലീസ് വെളിപ്പെടുത്താൻ മടിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ED കണ്ടെത്തുന്നത് SITക്ക് വലിയ നാണക്കേട് തന്നെയാകും ഉണ്ടാക്കുക. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിലും ED നേരിട്ട റെയ്ഡ് നടത്തുന്നതോടുകൂടി സംസ്ഥാന പോലീസിന്റെ പരിധിക്കപ്പുറമുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. രാഷ്ട്രീയ വൻമരങ്ങൾക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും EDയുടെ എൻട്രി ഒരുപോലെ നെഞ്ചിടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ SITയുടെ പല കണ്ടെത്തലുകളും ED തിരുത്തി എഴുതുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. SIT ഇന്ന് വരെ സ്വർണം ആര് കടത്തി എന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ ആ സ്വർണം എവിടെ പോയി, അതിലൂടെ ഉണ്ടായ സാമ്പത്തിക ലാഭം ആർക്കെല്ലാം ലഭിച്ചു എന്നതിലാണ് ഇനി ശ്രദ്ധിക്കുക. ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ നിന്നും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്ത സ്വർണത്തിന് പുറമെ വലിയൊരു ഭാഗം സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയവും EDക്കുണ്ട്. ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ED ശേഖരിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ബിനാമി സ്വത്തുകളിലേക്ക് ഈ പണം ഒഴുകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഇവരുടെ കഴിഞ്ഞ 5 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരള പോലീസിന്റെ പരിധിക്ക് അപ്പുറമുള്ള ചെന്നൈ, ബെല്ലാരി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സ്വർണ്ണക്കടത്ത് മാഫിയകളെ കേന്ദ്രീകരിച്ച് ED നേരിട്ട റെയ്ഡുകളും നടത്തും. നിലവിൽ ജയിലിലുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി സ്വർണ്ണക്കൊള്ളയുടെ ഗുണഭോക്താക്കളായ വമ്പൻ സ്രാവുകളെ ED പുറത്തു കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാം.